സിക്സ്ത് സ്റ്റാൻഡേർഡ് 8th ചാപ്റ്റർ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. സംഘസാഹിത്യം മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘകൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും അറിയപ്പെട്ടു. സംഘസാഹിത്യ കൃതികളാണ് കുറുന്തൊക്കൈ, നറ്റിണൈ, അകനാനൂറ്, പതിറ്റുപത്ത്. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യകൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുക്കുറൽ. തിരുവള്ളുവരാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. കണ്ണകിയുടെയും കോവാലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിൻ്റെ രചയിതാവാണ് ഇളങ്കോ അടികൾ. മണിമേഖല കോവാലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചിത്തലൈ ചാത്തനാറാണ് മണിമേഖല രചിച്ചത്. ഇനി സംഘകൃതികളെ പൊതുവിൽ അകംപാട്ട് എന്നും പുറംപാട്ട് എന്നും രണ്ടായി തിരിച്ചു. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവ അകംപാട്ടുകൾ എന്നറിയപ്പെട്ടു. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറംപാട്ടുകൾ. എന്താണ് തിണകൾ? ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു. സംഘകൃതികളിൽ പരാമർശിക്കുന്നവ ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിതരീതി, ഉപജീവനം, തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷത എന്നിവ വ്യത്യസ്തമാണ്. കുറിഞ്ചി, കാട്, മല. ഇവിടുത്തെ ഉപജീവനമാർഗം വനവിഭവ ശേഖരണം. മുല്ലൈ, പുൽമേട്, കുറ്റിക്കാട്, കന്നുകാലി മേയ്ക്കല്. പാലൈ, വരണ്ട പ്രദേശം, കൊള്ള, കവർച്ച. മരുതം, വയൽ പ്രദേശം, കൃഷി. നെയ്തൽ, തീരപ്രദേശം, മീൻപിടുത്തം, ഉപ്പുകുറുക്കൽ. ഇനി അങ്ങാടികൾ. പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലാലവണം, നളങ്ങാടി. അല്ലാലവണം അന്തിച്ചന്തയും നളങ്ങാടി പകൽ ചന്തയുമായിരുന്നു. കൂടുതൽ